RSSന്റെ അജണ്ടയാണ് ഗവർണറുടെ വായിലൂടെ വന്നത്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ടും അധ്യാപകരുടെയോ മറ്റാരുടെയും കാല കഴിപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്നതല്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ട സ്കൂൾ അധികാരികൾക്ക് നിർദ്ദേശം കൊടുക്കാനും പോവുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണറെ പോലുള്ള ഭരണത്തറ ഇത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വളരെ ദുഃഖകരമാണ്. നമ്മുടെ കൊച്ചു മക്കളെ കൊണ്ടാണ് കാല് കഴിപ്പിച്ചിരിക്കുന്നത്. അത് ഭാരതീയ സംസ്കാരത്തിൽ എവിടെയാണത് പറയുന്നതെന്നുള്ളവരെ എനിക്കറിയില്ല. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ സ്കൂൾ കുട്ടികളെ കൊണ്ട് BJP നേതാക്കന്മാർ കാല് കഴിപ്പിക്കണമെന്ന്? അതാണ് കേരള സംസ്കാരം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഒരിടത്തും പറയുന്നില്ല. അതിന് ഞങ്ങൾക്ക് അതിൻ്റെ പരിമിതിയുണ്ട്. ഗവൺമെൻറ് സ്കൂളല്ല, എയ്ഡഡ് മാനേജ്മെൻ്റ് അല്ല. പക്ഷെ എന്നാലും അൺഎയ്ഡഡ് മാനേജ്മെൻ്റ് ആണെങ്കിലും NOC കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. NOC കൊടുക്കുന്നവർക്ക് അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർക്ക് നടപടി എടുക്കാനുള്ള അംഗീകാരമുണ്ട്. അപ്പം അത് അന്വേഷണം വന്നിട്ട് ആ റിപ്പോർട്ട് ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടപടിയെടുക്കുന്ന പോലെ ഡയറക്ടർ നടപടിയെടുക്കുന്നതിൻ്റെ കാര്യം പ്രയാസമാണ്. ഒരാഴ്ചക്ക് നമ്മൾ അതിനെപ്പറ്റി റിപ്പോർട്ട് വാങ്ങാം. ഇപ്പോൾ റിപ്പോർട്ട് വാങ്ങി പൊതുജനങ്ങൾ അറിയിക്കുന്നുണ്ട്. നടപടി എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളെ അറിയിക്കുകയും വേണമല്ലോ. ജനങ്ങളെ കൂടെ നാളെ മുതൽ ഈ കഴുകാൻ കുട്ടികളെ കൊണ്ട് ഞങ്ങളെ മക്കളെ കൊണ്ട് കാല് കഴിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയുകയും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിവിടെ വേണ്ട എന്ന് അവർ ജനങ്ങൾ തീരുമാനിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഏതാ? അതെ അതെ, കൊച്ചു മക്കളെ കൊണ്ടെല്ലാം കാലെല്ലാം കഴുകി അവൻ്റെ എല്ലാം കാലിലിരിക്കുന്ന അഴുക്കൊക്കെ ദേഹത്തൊക്കെ തെറിപ്പിച്ച്. ഇതൊക്കെ നമ്മൾ ചില കാര്യങ്ങളിലെല്ലാം നമ്മൾ അവസാനമല്ലേ അറിയുന്നു.